ലഹരിക്കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് താക്കീത് നൽകി സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക ലഹരി ഉപയോഗിച്ചതായി ഷൈൻ സമ്മതിച്ചു. ഷൈനിന് തിരുത്താൻ ഒരു അവസരം കൂടി നൽകുന്നു. ഇത് ദൗർബല്യമായി കാണരുതെന്നും ഷൈനെ അറിയിച്ചു. ആവർത്തിച്ചാൽ കർശന നടപടിയെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. ഞങ്ങൾ ഷൈൻ ടോം ചാക്കോയായിട്ട് സംസാരിച്ചു. അത് അദ്ദേഹത്തിന്റെ സംഘടനയായ അമ്മയെ അറിയിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ആ സംഘടനാ മര്യാദ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ പ്രൊഫഷണലായിട്ടുള്ള അസിസ്റ്റൻസ് തേടേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഈ ശീലത്തിൽ നിന്ന് വെളിയിൽ വരാൻ അദ്ദേഹം അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളോടും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശീലത്തിൽ നിന്ന് വെളിയിൽ വരണമെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ അസിസ്റ്റൻസ് ആവശ്യമുണ്ട്. അതിൽ അദ്ദേഹം തിരുത്തണം. അദ്ദേഹത്തിന് ഇത് കൊടുക്കുന്ന അവസാനത്തെ അവസരമാണ്. ഒരു തരത്തിലും ഇനി ഇത്തരത്തിലുള്ള പെരുമാറ്റവുമായിട്ട് മുമ്പോട്ട് പോകുന്ന ആളുകളുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അത് ഞങ്ങളുടെ അംഗങ്ങളാവട്ടെ ആരുമാവട്ടെ. വിവരങ്ങളുമായി വിജിത ചേരുന്നു. വിജിത, ഷൈന് കർശന നിർദ്ദേശം അല്ലെങ്കിൽ താക്കീതാണ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുറച്ചു മുൻപാണ് ഫെഫ്കയുടെ ഒരു യോഗം കൊച്ചിയിൽ ചേർന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വന്ന ഒരു കാര്യം തന്നെയാണ് ഷൈൻ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നേരിട്ട് ഒരു മൊഴി ഫെഫ്കയിൽ നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കർശന ഒരു നിർദ്ദേശം തന്നെയാണ് ഇത്തരത്തിൽ ഒരു കാര്യം ഉണ്ടാവരുത് ഷൈൻ്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഫെഫ്കയും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കേസിൽ രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പരാതി ഒത്തുതീർപ്പിലേക്ക് പോകുന്നുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ, വിവാദങ്ങളെല്ലാം തന്നെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ഈ ഒരു ബി ഉണ്ണികൃഷ്ണനും ഈ ഒരു കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ഒരു ഫെഫ്കയുടെയും തീരുമാനം. നേരത്തെ തന്നെ ഈ പറയുന്ന സംഘടനകളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അറിയിച്ചിരുന്നത്. അതുതന്നെയാണ് ഫെഫ്കയുടെ ഭാഗത്തു നിന്നും വരുന്നത്. കൃത്യമായ നിയമ നടപടികളുമായി തന്നെ ലഹരി കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഒരു സിനിമാ സെറ്റുകളിലെ ലഹരി കേസുമായി ബന്ധപ്പെട്ടെല്ലാം കൂടുതൽ എല്ലാ നടപടിക്രമങ്ങളിലേക്കും അല്ലെങ്കിൽ ശക്തമാക്കുന്ന സിനിമാ സെറ്റുകളിലടക്കം ശക്തമാക്കുന്ന ഒരു രീതിയിലേക്ക് ക്യാമ്പയിൻ അടക്കമുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കാനാണ് ഫെഫ്കയുടെ തീരുമാനം. കേരവാൻ അടക്കമുള്ള ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളിലെല്ലാം പരിശോധനകൾ നടത്താനും അതോടൊപ്പം തന്നെ ക്യാമ്പയിനുമായി എല്ലാം മുന്നോട്ട് പോകാനാണ് ഫെഫ്കയുടെ തീരുമാനം. ഇന്നിപ്പോൾ കുറേയധികം സിനിമാ സെറ്റുകളിൽ ഈ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഫെഫ്ക വ്യക്തമാക്കുന്നത്. എന്തായാലും ഷൈൻ നേരിട്ട് വന്ന് ഇത്തരത്തിലൊരു മൊഴി കൊടുത്തിരിക്കുന്നു. സിബി മലയിലിനോടും അതുപോലെ തന്നെ ബി ഉണ്ണികൃഷ്ണനോടുമാണ് ഇത്തരത്തിൽ ഒരു മൊഴി നൽകിയത് എന്നെല്ലാം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു മൊഴി നൽകുന്ന സമയത്ത് അല്ലെങ്കിൽ തനിക്ക് ഒരു അവസരം കൂടി നൽകണം എന്നെല്ലാം പറയുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഒരാളെ ഇങ്ങനെ കർശനമായി ഒരു ഉത്തരം അതിന് നൽകാൻ കഴിയുക? അവസരം കൊടുക്കുകയാണ് ചെയ്തത് എന്നാണ് ഇക്കാര്യത്തിൽ ഫെഫ്ക വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഫെഫ്ക പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇത്തരത്തിൽ ഒരു പരാതി വരുന്ന സമയത്ത് വിൻസി ഇങ്ങനെ ഒരു ആക്ഷേപം നേരിട്ടു എന്ന് പറയുന്നു. അങ്ങനെ ഒരു പരാതി വരുന്ന സമയത്ത് ആദ്യം ഈ ഒരു പരാതി അവതരിപ്പിക്കേണ്ടത് ഈ ഒരു ഇന്റേണൽ കമ്മിറ്റിയിലാണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം ഈ ഇന്റേണൽ കമ്മിറ്റി നിർമ്മാതാവുമായി ബന്ധപ്പെടുകയും ശേഷം നിർമ്മാതാക്കളുടെ സംഘടനയുമായി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോകേണ്ടത് എന്നെല്ലാമാണ് പറയുന്നത്. ആ ഒരു കൃത്യ നടപടി തന്നെയാണ് ഇക്കാര്യത്തിൽ ഫെഫ്ക സ്വീകരിച്ചിട്ടുള്ളത്. അതായത് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഒരു നടനെ ഈ ഫെഫ്കയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ സമയത്ത് കൃത്യമായി അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഇക്കാര്യം അവതരിപ്പിച്ചതിന് ശേഷം തന്നെയാണ് മോഹൻലാലുമായും അതേപോലെ തന്നെ ജയൻ ചേർത്തലയുമായെല്ലാം തന്നെ ഈ ഒരു അമ്മയുടെ ഭാരവാഹികളുമായെല്ലാം തന്നെ അതോടൊപ്പം തന്നെ അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റി ആയിട്ടുള്ള ഈ 3 പേരെ അഡ്ഹോക് ഒരു സമിതിയായിട്ട് എല്ലാം അമ്മ നിയോഗിച്ചിരുന്നു. ആ സമിതിയിലും ഇക്കാര്യം കൃത്യമായി അറിയിച്ചു. വിനു മോഹൻ സരയു അതേപോലെ തന്നെ ഇവരൊക്കെ ചേർന്നിട്ടുള്ള ഈ ഒരു 3-അംഗ സമിതിയിലും ഇക്കാര്യം വ്യക്തമായി അറിയിച്ചതിനെ തുടർന്ന് തന്നെയാണ് ഈ ഒരു ഷൈൻ ടോം ചാക്കോയെ ഇന്ന് ഈ ഒരു ഫെഫ്കയുടെ ഓഫീസിലേക്ക് അടക്കം വിളിച്ചു വരുത്തിയത്. ആ ഒരു നടപടിക്രമങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ക്യാമറാമാൻ ഈ ഒരു ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാം മാറ്റി നിർത്തിയിരുന്നു. കൃത്യമായിട്ട് ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ തന്നെയാണ് സംഘടനകൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യവും ഫെഫ്ക വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു അവസരം കൂടി നൽകണം എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഒരു അവസാന വാക്കായി തന്നെ ഇനി ഒരിക്കലും ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നിന്ന് ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്ന് കൃത്യമായി പറഞ്ഞു തന്നെയാണ് ഒരു അവസരം നൽകിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഫെഫ്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ദീപ്തി.